ഹലോ ഗൈസ്, നമ്മുടെ കപ്പലിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പലിൻ്റെ ഡെക്കിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഏറ്റവും ടോപ്പ് ഡെക്കിൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. പൊന്നു വാ, കമോൺ. നമുക്ക് ഫ്രീ സീറ്റിംഗ് ആണ്. നമുക്ക് ഏതെങ്കിലും മൂലയ്ക്ക് ഇരിക്കാം. കൊച്ചിനെ കൊണ്ട് അതേ ശരിയാവത്തുള്ളൂ. എല്ലാം മൂലയ്ക്ക് ഇരിക്കാമെന്ന്. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒന്നും വേണ്ട ഇവിടെ, ഒന്നും കാണിക്കാൻ എന്താ പറയുക, പ്രൂഫൊന്നും വേണ്ട. അവർക്ക് ജസ്റ്റ് ബുക്കിംഗ് നമ്പർ അല്ലെങ്കിൽ പേരിൻ്റെ ഒരിത്, അതൊക്കെ മതി. അവർ ക്രോസ് ചെക്ക് പോലും ചെയ്യുന്നില്ല. എല്ലാം സ്വീഡിഷ് സാധനങ്ങളാണ് കേട്ടോ. സീ ഫുഡാണ്. കോൾഡ് സ്മോക്സ് സാൽമൺ ഉണ്ടാക്കി തരത്തൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക, കൊണ്ടുപോയി കഴിക്കുക. ഇതെല്ലാം കുക്ക്ഡ് ഫുഡാണ്, എന്ന് വെച്ചാൽ വാം ഫുഡാണ്. ഇത് വാം ഫുഡും അപ്പുറത്ത് കോൾഡ് ഫുഡുമാണ്. പാൻ കേക്ക് ഉണ്ട്, സിറിയൽസ് ഉണ്ട്, കുഞ്ഞ് കോൺഫ്ലെക്സ് ഉണ്ട്. ഷിപ്പിൻ്റെ ബാക്കാണ് കണ്ടോ. നമ്മൾ നടന്ന് ഷിപ്പിൻ്റെ ബാക്കിലെത്തി. അങ്ങ് ദൂരെ നമുക്ക് ഹാംസ്റ്റഡ് കാണാൻ പറ്റും. അങ്ങ് ദൂരെ കണ്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ജിൻസി ആദ്യം വാമും ഞാൻ കോൾഡ് ബ്രേക്ക്ഫാസ്റ്റുമാണ് എടുത്തേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. 1.5 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഏറ്റവും അപ്പർ ഡെക്കിൽ പോകുന്നുണ്ട്. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഇതിപ്പോൾ നേരം 9 മണി ആവുന്നു, പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് വെട്ടം കുറവാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ വന്നത്. ഞാൻ കണ്ടോ വാം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാൻ കേക്ക്സ്, സോസേജ്, പൊട്ടാറ്റോസ്, എഗ്ഗ്, ബേക്കൺ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ പൊന്നുന്ന ജ്യൂസ്, കോഫി, ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട്. എന്ത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇനി പതിയെ ഞാൻ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ സമയമുള്ളതുകൊണ്ട് നമുക്ക് പതിയെ എന്താ പറയുക, ഓരോരോ ഐറ്റംസ് എടുക്കാം. ഓക്കെ, അന്നേരം നമുക്ക് അതൊക്കെ കഴിച്ചിട്ട് അപ്പർ ഡെക്കിലൊക്കെ പോയി പിന്നെ നമുക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം അല്ലേ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് ഷിപ്പിനകത്ത്.
ഗൈസ്, ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ ഏറ്റവും ടോപ്പ്. പക്ഷെ ഇന്ന് ഭയങ്കര ബാഡ് വെതറാണ്. ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നേക്കുവാണ്, നമുക്ക് ഡെൻമാർക്കിലെത്താൻ എന്താ പറയുക 1.5 മണിക്കൂർ ഡിലേ ആണ് ബാഡ് വെതർ കാരണം. അത് നിങ്ങൾക്ക് കടൽ കണ്ടാൽ അറിയാം. നല്ല ഹെവി, നല്ല ഡാർക്കുമാണ്, നല്ല ഹെവി കാറ്റുമുണ്ട്, പ്ലസ് എന്താ പറയുക നല്ല തിരമാലയുണ്ട്. അപ്പോൾ ബാഡ് വെതറാണ്. അതുകൊണ്ട് എനിക്ക് മേളിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. കണ്ടോ, ഇതാണ് അതിൻ്റെ ടോപ്പ്. സ്നോയും മഴയും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് നല്ല കാറ്റുമുണ്ട്. ഇത് ഏറ്റവും ബാക്ക് കപ്പലിൻ്റെ. നല്ല കാറ്റടിക്കുന്നുണ്ട്. കാറ്റെന്ന് പറഞ്ഞാൽ അത്ര ശക്തമായിട്ടുള്ള കാറ്റാണ്. അന്നേരം മുന്നോട്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ പണി വാളുവോ എന്നൊരു പേടി. അല്ലാതെ ഞാൻ പോയാനെ. പിന്നെ നോക്കട്ടെ, ആൾക്കാർ നടക്കുന്നുണ്ട്. ഹെവി വിൻഡാണ് കേട്ടോ, ഹെവി വിൻഡ്. എന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടക്കുവാണ്. പൊളി എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. നമുക്ക് പേടിയാവും, പക്ഷെ എന്താ പറയാ, ഒരു പൊളിയാണ്. ഇത്രയും ഞാൻ അടുത്ത് സ്റ്റീയൊക്കെ കാണുന്നത് ഒരു പൊളിയാണ്. അത് കപ്പലിന്റെ ഏറ്റവും മേളിലൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള അനുഭവമാണ്. പിന്നെ നമുക്ക് ഇതുവരെ ഞാനിങ്ങനെ കപ്പലിൽ കയറിയിട്ടുണ്ടെങ്കിലും ട്രാവൽ ചെയ്തിട്ടില്ലല്ലോ. കാറ്റൊന്നും ഇല്ലാതെ നമുക്ക് ഇതിന്റെ മേളിൽ കയറാറുണ്ട്. ഇതുണ്ടോ, ലൈഫ് ബോട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ. ഇതിന്റെ മേളിൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ക്യാപ്റ്റൻ അവിടെ ആണോ എന്തോ, ഇതിന്റെ മുകളിലാണ് ക്യാപ്റ്റൻ. താണത്തിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് താണത്തിട്ട് നിൽക്കാൻ വയ്യ. ആഹാ, ആദ്യമായിട്ടുള്ള നമ്മുടെ ഷിപ്പ് യാത്ര തന്നെ ഭയങ്കര ബാഡ് വെതറിലാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മളെല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. ബാഡ് വെതറിലെ കപ്പൽ യാത്ര എങ്ങനെയാണെന്നുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. മഞ്ഞും മഴയൊക്കെ ആയിട്ട് വീഴുന്നുണ്ട് ഗൈസ്. അപ്പം ബാഡ് വെതറിൽ നമ്മൾ സാധാ നോർമൽ വെതറിൽ ഷിപ്പ് യാത്ര എങ്ങനെ ചെയ്താൽ ഒരു അഡ്വഞ്ചർ ഇല്ലല്ലോ. ഇപ്പോൾ ബാഡ് വെതറിൽ ഷിപ്പ് ജേണി എങ്ങനെ ഉണ്ടെന്നുള്ള എക്സ്പീരിയൻസ് കൂടിയാണ് ഇത് നമുക്ക്. നല്ല കാറ്റടിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പതിയെ, അത് മാത്രമല്ല നല്ല അടിപൊളി തണുപ്പുമുണ്ട്. അപ്പോൾ ഞാൻ പതിയെ തിരിച്ച് പോവാണ്. അടിപൊളി, ഭയങ്കര ഭയങ്കര തണുപ്പ്. അപ്പം ഗൈസ്, ഞാൻ തിരിച്ചു വരുമ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെതർ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഓപ്പൺ ഡെക്കിലിരുന്ന് നമ്മൾ കൂടുതൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. അപ്പം തിരിച്ചു വരുമ്പോൾ വെതർ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പൊന്നിനെ ഷിപ്പിലെ ക്യാപ്റ്റൻ കൊണ്ട് തന്നെയാണോ കുട്ട? വാവ്, പൊന്നിനെ ഇഷ്ടപ്പെട്ടല്ലോ. കാണിച്ച് എന്തൊക്കെയാ തന്നെന്ന്. കളറിംഗ് ബുക്ക്, വാവ്, പ്രിൻസസിന്റെ ക്ലിപ്പുകളല്ലേ. നൈസ് നൈസ് നൈസ്. Did you like it? Jugila?
Make it, bro. Nice. Yeah. How do say tax to make it? Uh-huh. അങ്ങനെ നമ്മൾ ഡെൻമാർക്ക് എത്തി. അവസാനം ബാഡ് വെതറും അതും കൊണ്ട് കുറേ ഡിലേ ഒക്കെ ആയി. അങ്ങ് ദൂരെ നമുക്ക് ഡെൻമാർക്ക് കാണാം. കണ്ടോ, ഇവിടെ നല്ല കുറച്ചുകൂടെ ക്ലിയർ ആണെന്ന് തോന്നുന്നു സ്കൈ. ഇവിടെ സണ്ണൊക്കെ ഉണ്ട്. സ്വീഡനില്ല സണ്ണില്ലാത്ത. ഇവിടെ ബ്ലൂ സ്കൈയും കുറച്ചുകൂടെ ക്ലിയറാണ്. ബാഡ് വെതറൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡെൻമാർക്ക് എത്തി. നമുക്ക് ഇവിടെ നിന്ന് പോർട്ട് കാണാം. ഡെൻമാർക്കിൻ്റെ ഷിപ്പ് കുറേ ഒരു 45 മിനിറ്റ്സ് കൂടുതൽ ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഡെൻമാർക്ക് എത്താറാവുന്നിടം വരെ ഭയങ്കര ബാഡ് വെതറും ഭയങ്കര മൂടി കിടക്കുമായിരുന്നല്ല. പക്ഷേ ഡെൻമാർക്ക് എത്തിയപ്പോൾ കണ്ടോ നല്ല ക്ലിയർ സ്കൈയും വലിയ കുഴപ്പമില്ല സീയെ. അതാണ് നമ്മൾ കുറച്ചേ ഉള്ളെങ്കിലും ഒരു 4-5 മണിക്കൂറത്തെ ജേണി ഉള്ളെങ്കിലും ഒരു കൺട്രിയുടെ ഒരു എന്താ പറയുക അതിർത്തി എന്നൊക്കെ പറയുമ്പം ഈവൻ വെതർ കൊണ്ട് പോലും വ്യത്യാസം വരുന്നുണ്ട്. നല്ല ഇവിടെ ഗോപ്രോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കടലൊക്കെ നല്ല പച്ച കളറിൽ കാണുന്നുണ്ട് സീയെ. പക്ഷേ കര അടുക്കുന്നതിനടുത്ത് കുറച്ച് നീല കളറാണ് കാണുന്നത്. നമുക്കിങ്ങനെ നോക്കാം. അത് സ്വീഡിഷ് അല്ല കൂട്ടാ, അത് ഡാനിഷിലാണ് പാടുന്നത്. ഒന്ന് സ്വീഡിഷ് പാടിയപ്പോൾ അത് ഡാനിഷിൽ പാടുക കൊച്ചു. അതിന് സ്വീഡിഷ് അറിയാം, മറ്റേ ബ്ലൂ ഇട്ടേക്കുന്നത്. എത്തി കേട്ടോ. അവിടെ സിഗ്നൽ കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണും, ഈ ഷിപ്പ് ട്രാഫിക്കും സിഗ്നലിങ്ങും. നമ്മൾ ഫൈനലി ഡെൻമാർക്ക് എത്തിയിരിക്കുകയാണ്. കുറേ നേരത്തെ ഡിലേയും റഫ് സീയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡെൻമാർക്ക് എത്തിയിരിക്കുകയാണ്. ഡെൻമാർക്ക് പോർട്ടിനോട് അടുക്കുകയാണ്. കണ്ടോ, അത് മറ്റേ വെഹിക്കിൾസൊക്കെ ഇറക്കാൻ വേണ്ടിയുള്ള പോർട്ടിൽ അടുത്തിരിക്കുകയാണ്. അവിടെ നമ്മൾ അടുത്ത് ചെന്നിട്ട് ആ ഗേറ്റ് തുറക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. സോ നമുക്കിനി താഴെ പോകാം, അല്ലെങ്കിൽ നമ്മുടെ കാറ് കാരണം അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ.
അല്ല ഇതിപ്പം ഫ്രണ്ടല്ലേ, അടുപ്പിക്കുന്നേ. നമ്മുടെ വണ്ടി ബാക്കിലല്ലേ, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഏറ്റവും അവസാനമല്ലേ കയറ്റിയേ, അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, സീനില്ല. അങ്ങനെ നമ്മുടെ ഷിപ്പ് ജേർണി കഴിഞ്ഞിരിക്കുകയാണ്. കമോൺ. ഹലോ ഗൈസ്, ഡിഡ് യു എൻജോയ് ദ ഷിപ്പ്? ഡിഡ് യു ലൈക്ക് ദ ഷിപ്പ്? അങ്ങനെ ഫൈനലി നമ്മൾ ഡെൻമാർക്കിലെത്തി. ഇപ്പോൾ ഇത് നമ്മൾ ഏറ്റവും പുറകിലാണ് വണ്ടി കയറ്റി. അപ്പോൾ ഇതിപ്പം ഡെൻമാർക്കിലെത്തിയപ്പം വണ്ടി ഫ്രണ്ടിലാണ് മറ്റേ ഗേറ്റ് കൊണ്ട് അടുപ്പിച്ചേക്കുന്നത്. അപ്പം മുന്നിലുള്ള എല്ലാ വണ്ടികളും പോയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കിനിയും ബാക്കി അവിടെയുള്ള വീഡിയോസ് കാണാം. സോ സീ യു ഓൾ സൂൺ. ബൈ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഡെൻമാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പം നല്ല ക്ലിയർ വെതർ, എന്താ പറയുക, വിൻ്ററിൻ്റെ ഒരു ലക്ഷണവും ഇല്ല. അപ്പോൾ നമുക്കൊരു ഡൗട്ട്, ഇപ്പം ഇവിടെ വിൻ്റർ ആണോ അതോ സമ്മർ ആണോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ഞാൻ ചുമ്മാ ക്യാമറ ഓൺ ആക്കിയതാണ്, സ്വീഡനും ഇവിടും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ. ഞാൻ ഇവിടെ ഷിപ്പ് എടുക്കാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈവൻ സീ ബൗണ്ടറി മാറിയപ്പോഴല്ല, പക്ഷേ എന്താ ഡെൻമാർക്കിനോട് അടുത്തെത്തിയപ്പോഴത്തേന് വളരെ ഒരു വ്യത്യാസം കണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം ഇവിടെ എന്തോ ഒരുമാതിരി സമ്മർ പോലെ കിടക്കുന്നെല്ലാം, നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് ഈ ഗോപ്രോ ഓട്ടോ ഫോക്കസ് കാരണം എന്താ പറയുക, ഇച്ചിരി ഡാർക്ക് ആയിരിക്കും. പക്ഷേ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ എല്ലാം കാണുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ എപ്പിസോഡ്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ കപ്പൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കപ്പലിനകത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പം നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.